നമസ്കാരം. ആൾക്കൂട്ട ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ട മധു ഇന്നും മലയാളിയുടെ മനസ്സിൽ നീറുന്ന ഒരു ഓർമ്മയാണ്. സമാനമായ ഒരു അനുഭവമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് പേരാമ്പ്ര പന്തിരക്കരയിലും ഉണ്ടായത്. പേരാമ്പ്ര പന്തിരക്കര മുതുകാടുള്ള മിജിൻസ് എന്ന നന്ദുവിനെയാണ് ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് പണം നൽകാൻ വൈകി എന്നാരോപിച്ചുകൊണ്ട് ഹോട്ടൽ ഉടമയും സംഘവും ക്രൂരമായി മർദ്ദിച്ചത്. ജനുവരി 26-നായിരുന്നു സംഭവം. ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ഫോൺ വന്നപ്പോൾ മിജിൻസ് ഫോണും എടുത്ത് പുറത്തേക്ക് പോയി. തിരികെ വന്ന് പണം അടയ്ക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഹോട്ടൽ ഉടമയും സംഘവും മിജിൻസിനെ ക്രൂരമായി മർദ്ദിച്ചത്. ശേഷം ഒന്നും പറയാതെ ഇദ്ദേഹം പണം കൊടുത്ത ശേഷം തൊട്ടടുത്തുള്ള പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറി പോവുകയായിരുന്നു. എന്നാൽ പിന്തുടർന്നെത്തിയ ഈ സംഘം പഞ്ചായത്ത് ഓഫീസിനകത്ത് കയറിയും മിജിൻസിനെ ക്രൂരമായി മർദ്ദിക്കുന്നു. മാത്രവുമല്ല, ജാതിപ്പേര് വിളിച്ച് ഇദ്ദേഹത്തെ ആക്ഷേപിച്ചു എന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ക്രൂരമായി മർദ്ദനമേറ്റ മിജിൻസ് അതിനുശേഷം പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടിയിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പെരുവണ്ണാമൂഴി പോലീസിൽ പരാതിപ്പെട്ടിട്ടും പോലീസ് ആദ്യം പരാതി സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് മിജിൻസും കുടുംബവും ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടാൻ നിർബന്ധിതരായത്. ആളുകൾ ഇത്തരത്തിൽ മിജിൻസ് കയറി നിൽക്കുന്ന കെട്ടിടത്തിലേക്ക് ഓടിപ്പോകുന്നതും മിജിൻസിനെ ക്രൂരമായി മർദ്ദിക്കുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ജനുവരി 26-നാണ് ഇത്തരത്തിൽ ഒരു സംഭവം അരങ്ങേറിയത്. പേരാമ്പ്രയിൽ തന്നെയുള്ള മുബാറക് എന്ന ഹോട്ടലിലായിരുന്നു മിജിൻസ് ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയത്. അതിനുശേഷം അവിടെ നിന്ന് പണം നൽകാൻ വൈകി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം ഉണ്ടായത് എന്നാണ് മിജിൻസ് പറയുന്നത്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളും മറ്റും പ്രചരിച്ചതോടുകൂടി SC/ST വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് പോലീസ് 5 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം തികച്ചും വ്യത്യസ്തമായ മറ്റൊരു വാദമാണ് ഹോട്ടൽ ഉടമ പറയുന്നത്. മിജിൻസ് ആണ് ഏറ്റവും ആദ്യം ആക്രമണം നടത്തിയത് എന്നാണ് ഹോട്ടൽ ഉടമയുടെ വാദം. ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട് എന്നും ഹോട്ടൽ ഉടമ പറയുന്നുണ്ട്. എന്തൊക്കെയായാലും വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. അതും ഒരു ദളിത് യുവാവിനെ ഇത്തരത്തിൽ ജാതിപ്പേര് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന് പോലും ആളുകൾ ചിന്തിച്ചു പോകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. കോഴിക്കോട് നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.